താനിവിടെ വെയിറ്റ് ചെയ്യ്, എനിക്കൊന്ന് പുറത്തു പോകാറുണ്ട്. അല്ല, ഇതെന്താ കയ്യില്? പുതിയ ഡിസ്കവർ മാഗസിനിൽ ഒരു എമർജൻസി ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന് പരീക്ഷ നോക്കാന്ന് വെച്ചു. പരീക്ഷിച്ച് നിന്റെ മുറി കടക്കാൻ പറ്റാതായിട്ടുണ്ട്. എവിടെ തൊട്ടാലും ഷോക്കാ. എന്റെ മുറി കിടക്കുമ്പോ അല്പം സൂക്ഷിച്ചൊക്കെ കിടന്നാ മതി. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, ആ കുഞ്ഞമ്മായി ഷോക്ക് അടിക്കാതെ ഒന്ന് മുറി കൊണ്ട് വെച്ചേക്ക്. മുത്തശ്ശി, മുത്തശ്ശിയുടെ ബോബിക്കുട്ടി വന്നു. ബോബിക്കുട്ടി എന്താ ഇത്ര വൈകിയേ? ഇന്ന് കോളേജ് മുഴുവൻ ഒരുപാട് പേരെ പിടിച്ച് കൊടയാനുണ്ടായിരുന്നു എന്റെ പൊന്നു മുത്തശ്ശി. നീ കൊടച്ചിട്ട് വല്ലവർക്കും ജീവനുണ്ടോ മോളെ? ഒരെണ്ണം പോലും ചത്തില്ല. സകല ചെത്തുപിള്ളേർക്ക് എന്തൊരു തൊലിക്കടിയാ. ചോദിച്ച് ഞാൻ ഇന്ന് ഒരുത്തൻ ഒരു ഉമ്മ കൊടുത്തു. എന്റെ അമ്മോ, ഞാൻ പറയാറില്ലേ വെട്ടുകിളി. അവന്റെ തരിപ്പൊന്ന് കാണണമായിരുന്നു മുത്തശ്ശി. നീ എന്തിനാ അവൻ ഉമ്മ കൊടുത്തത്? അവൻ രഞ്ജിത്ലാലിന്റെ വലം കയ്യാ. ഒരൊറ്റ ഉമ്മ ഉണ്ട് അവൻ ഞങ്ങളുടെ കൂടെ പോന്നു. എന്നാലും അത്രത്തോളം വേണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കുട്ടനല്ലേ നിന്റെ പ്രിൻസിപ്പാള്? അവൻ ആള് മുൻകോപിയാ, സസ്പെൻഡ് ചെയ്യും. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോയതാ മുത്തശ്ശി. എന്നിട്ടെന്താ, മുത്തശ്ശിയുടെ മോളല്ലേ ഞാൻ. വാചകം അടിച്ച് ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊടുത്തോരണം. മുത്തശ്ശി, 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 മുത്തശ്ശി. ചുമലേക്ക് എത്തില്ലോ. കഴിച്ചിട്ടുണ്ടല്ലേ? വേണ്ട, ആരും എന്റെ പിന്നാലെ വരണ്ട, ഞാൻ വരാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നം. എന്താണോ? എന്ത് പറ്റി? ചുവന്ന ലൈറ്റ് എത്തി തന്റെ അമ്മ ചാവാൻ പോണെന്ന്. അയ്യോ, എവിടേക്ക് അങ്ങോട്ട് മാറി എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. എന്താ കൈതാരാ ഇങ്ങോട്ട് പറഞ്ഞില്ലേ? എന്റെ കൈ കൊള്ളു. കാലവിടെ കാല് മറച്ചത് മറക്കിടാൻ നീ മറക്കി. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കണം. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മുകളിലൊരാളെന്ന് ഇരിക്കുക. ശ്വാസം വന്നില്ലേ? മുത്തശ്ശി എന്നെ പേടിപ്പിച്ചു. നീ എന്തെങ്കിലും തമാശ പറഞ്ഞ അമ്മ ചിരിപ്പിച്ചു കാണും. കുട്ടിയോട് ഞാൻ പരവാശം പറഞ്ഞില്ലേ മുത്തച്ഛോട് തമാശ പറയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ചിറ്റെടുത്ത് ലക്ഷ്മി അമ്മ അത്ര എളുപ്പമൊന്നും പോവുകയല്ല ഡോക്ടറെ. എന്താ കാരണം? നീ ബാക്കി പറ മോളെ. നിക്ക്. എന്താ? മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു. ആര്? സർക്കിള്. സർക്കിളോ? ഇവിടുത്തെ സർക്കിൾ അദ്ദേഹം. ഞാൻ മുത്തശ്ശിയെ ബോധം കെടുത്തിട്ടിരിക്കുക. അതെ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ബോധം കെടുത്താറുണ്ട്. ഞാൻ ഇവിടുത്തെ ഫാമിലി ഡോക്ടറാണ്. ആ കാണുന്ന എന്റെ ഡിസ്പെൻസറി. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അവിടെ വന്നാൽ മതി. അതൊക്കെ പോട്ടെ, താനാരാ? ഞാൻ വീരൻ നായരുടെ മകൻ രാമനുണ്ണി. ഓ, പുതിയ സ്റ്റീറിംഗ്. അച്ഛന്റെ കാലം എങ്ങനെയുണ്ട്? അത് എന്റെ മുമ്പിൽ ഒരു ചോദ്യം പോലെ നിൽക്കുകയായിരുന്നു. ഞാൻ പുതിയൊരു മരുന്ന് കുറിച്ച് കൊടുത്തിരുന്നു. അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വളരെ ഭേദമുണ്ട്. ചോദ്യചിഹ്നം പോലിരുന്ന കാല് ഇപ്പൊ കോമ പോലെയായി. തീരെ നടക്കാൻ വയ്യ. അതാ എന്നെ അയച്ചത്. കുറച്ച് ദിവസം കൂടെ കാണുമല്ലോ. തനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ച് തരുന്നുണ്ട്. മുത്തശ്ശി എവിടെ? നേരെ പോയാ മതി. പിന്നൊരു കാര്യം, പുതിയ ആളായതുകൊണ്ട് പറയാ മതി. തുറന്നിട്ട വാതിലുകൾ അടയ്ക്കുക, അടച്ചിട്ട വാതിലുകൾ തുറക്കുക. മുന്നും പിന്നും നോക്കരുത്. മുമ്പോട്ട് വെച്ച കാര്യം പിന്നോട്ടെടുക്കരുത്. എനിക്കിപ്പോ ഇത്രേ പറയാൻ. എന്റെ ദൈവമേ. മിനിസ്റ്റർ വിസിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് തോമസ് പറഞ്ഞത്. നിന്നോട് കാർ ഓടിക്കരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? രണ്ടുപേരുടെ ലാത്തി ചാർജ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ചെറിയമ്മാന്റെ വകയും കൂടെ ബാക്കിയുള്ളൂ. അതെ, എല്ലാവരുടെ വകയും കൂടി ചേർത്ത് തരാനേ ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശി. അവളെ കാണാതെ ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അറിയാമോ തനിക്ക്? ഉറക്ക ഗുളിക വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാ പോരെ? എത്ര വേണമെങ്കിലും ഡിസ്പെൻസറിൽ ഉണ്ടല്ലോ. താൻ ചികിത്സിച്ചിട്ട് ഇതുവരെ ആരുടെയെങ്കിലും സുഖക്കേട് ഭേദമായിട്ടുണ്ടോ? എത്ര കാലം കൊണ്ട് താൻ എന്നെ ചികിത്സിക്കുന്നു? കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത്. ഓരോ പ്രാവശ്യം ശ്വാസം പോകുമ്പോഴും ഞാൻ എത്ര കഷ്ടപ്പെട്ട ശ്വാസം തിരിച്ചു തരണേ. ഒരു ശ്വാസത്തിന് ഇവിടെ വലില്ലേ? ഡൽഹി പഠിപ്പിക്കാൻ അവളുടെ ഡാഡിക്കും മമ്മിക്കും പറ്റാഞ്ഞിട്ടല്ല, അവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടും അല്ല ബോബി മോളെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ. എന്നിട്ട് അവരെങ്ങാനും ഇത് അറിഞ്ഞ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന കൊച്ച
ആ കൃഷ്ണമണിക്ക് എന്തെങ്കിലും പറ്റിയ കാഴ്ച പോകുമ്പോ അത്ര തന്നെ കൊറേ നേരല്ലേ ചറ പറ എന്ന് പറയണേ ഞരമ്പ് കാണാനില്ലോ. പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട. ഏയ് ഞാൻ ആരോടും പറയില്ല. ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കൂ? അമ്മാവന്മാരെങ്ങാനും അറിഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ശരിയാ, തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ? കുട്ടി എന്താ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. എന്താ പറയാൻ വന്നത്? അത് പിന്നെ മറന്നുപോയി. കുട്ടി വയ്ക്കുള്ളൂ. അതെ, കുട്ടി കുട്ടി എന്നുള്ള ആ വിളിയുണ്ടല്ലോ, അതൊരു സുഖമില്ല. ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ. ഡെവിളിനെന്നെ ബോബിന്ന് വിളിക്കാം. മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത്. സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അത്രയ്ക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ച. അതിനെന്താ, ഡെവിള് വിളിച്ചോളൂ. വിളിക്കട്ടെ? ആ, ബോ ബോബി എന്തോ ബോബി ഓ ബോബി. എന്താടോ തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഏയ് ഇന്നൊരു കബഡി കളിയുണ്ട്, പ്രാക്ടീസ് ചെയ്താ. കബഡി 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 കബഡി. കബഡിയാ? ഓ കബഡി. ഇവന്റെ ഒരു കബഡി കളി കാരണം. എന്നിട്ട് നടന്നത് എന്താണെന്ന് പറ നീ. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. മുത്തശ്ശിക്ക് സുഖമില്ലാത്തതാ. ആദ്യം പറ, എന്നിട്ട് തിന്നെ. എന്നിട്ട് രഞ്ജിത്രാറിന്റെ കൈ കയറി പിടിച്ചു. അമ്പടാ വീരാ, അവൻ രണ്ടും കൽപ്പിച്ചാ വന്നത്. ഞാൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി ഉദിച്ചത്. ഡെവിളിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണർ ആണെന്നൊരു വിടല് വിട്ടു. അതിലവൻ വരണ്ട മുത്തശ്ശി. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഡെവിള് ശരിക്കും ഡെയർ ഡെവിളായത്. പിന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു മുത്തശ്ശി. ജാക്കി ചാന്റെ സിനിമ കാണുന്ന പോലെ. നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഡെവിളിന് എന്നോട് പ്രേമം. പേടിക്കണ്ട, ബോബിക്കുട്ടിക്ക് പ്രേമൊന്നുമില്ല. വൺവേയാ. മതി മതി, വൺവേ മതി. അല്ലെങ്കിൽ കൂട്ടിയിടിച്ച് വെറുതെ ആക്സിഡന്റ് ആകും. ആദ്യ ആക്സിഡന്റ്, പിന്നെ ഇപ്പൊ നായികയെ വില്ലന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൽ. ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം? ഒരു ഇരയെ ഒത്തു കിട്ടിയതല്ലേ മുത്തശ്ശി. ഞാനിന്ന് ബോബിന്ന് വിളിക്കാനുള്ള പട്ടവും കൊടുത്തു ഡെവിളിന്. ഇതുപോലെ മുത്തശ്ശി ഒരുത്തിനെ വട്ടം കറക്കിയതാ പണ്ട്. അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ചെറുപ്പുളശ്ശേരിക്കാരൻ ഒരു ശങ്കരവാരരുണ്ടായിരുന്നു ക്ലാസ്സില്. നീണ്ടും മെലിഞ്ഞ് പഴുതാര മീശയും വെച്ച് ആള് വലിയ കവിയായിരുന്നു. എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങിയത്. അതും വൺവേ തന്നെ. എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന 3-4 പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു വിട്ടു. നിന്റെ ഡെവിൾ അവരെ ഇടിച്ച് ചമ്മന്തിയാക്കിയെങ്കിൽ പാവം ശങ്കരവാരൻ ഇടി കൊണ്ട് 3 മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്ന അയാൾ ഒരു കവിത എഴുതി, ഒരു സന്ദേശകാവ്യം. കത്തിയിലോ ഭഗവാനെ, എന്താ ചെയ്യ? കെട്ടൊന്ന് അഴിച്ചു കിട്ടാനോ മുമ്പ് തന്നെ യോഗാസനക്കാരനെ ചവിട്ടേണ്ടത്. ഇങ്ങനെയൊന്നും കിടന്ന് ചത്ത ആൾക്കാരുടെ മൂത്തെങ്ങനെ നോക്ക്. തള്ള എന്നെ കൊണ്ട് എന്റെ മാറിക്ക പേഷ്യന്റ് കുറച്ച് കാറ്റുകൊള്ളട്ടെ. പോയാ അയ്യോ തണുത്തൂലോ കാല്. മറച്ചിട് മറച്ചിട് മറച്ചിടാൻ എന്നെയല്ലാണ്ട് മറച്ചിടുന്നത് ഇവിടെ. ഇനി പറഞ്ഞു തരണോ? മറച്ചിട് മരുന്ന് മറി. ശ്വാസം വന്നാ പറഞ്ഞോ കേട്ടോ. ഇങ്ങനെ മറക്കാൻ എന്താ പോരാത്ത? എന്റെ അമ്മേ, ഇവനുണ്ടല്ലേ. ഓക്സിജൻ, ഓക്സിജൻ, ഓക്സിജൻ.
ഓക്സിജൻ വന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂട്ടോ. വന്നല്ലോ. മാസ്ക് എടുക്കാൻ. വലി തോർക്കാൻ പറഞ്ഞിട്ട് വലിച്ചോ. ഇനി അതിനു കൂടി ഞാൻ പറഞ്ഞോ. അങ്ങനെ പോയിട്ടില്ല. മുതൽ പോയിട്ടില്ല. ഇനി പഴയ പോലെ അമ്മേ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചോളൂ. എനിക്കൊന്നും പറ്റിയില്ലടാ. പൊട്ടല്ലേ മുഴുവനായിട്ട് തോർക്ക്. ഓക്സിജൻ വലിക്കുമ്പോ എന്തോ സുഖ. ഇങ്ങനെയുണ്ടോ ഒരു സുഖം. എനിക്ക് ശരിയായി. പണ്ടു മായാവി എന്നൊരു സുരേശ്വരനുണ്ടായതു ഉമയൻ തന്നെ പുത്രനായി. എനിക്ക് വേഗം പോണം. ഡിസ്പെൻസറിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാ. സാരമില്ല, അവര് വേറെ നല്ല ഡോക്ടറെ കണ്ടോളൂ. താൻ വായിക്കേ. എന്റെ കയ്യില് രാമായണം ഇട്ടായിരിക്കണേ. എന്റെ ക്ഷമ ഇനി പരീക്ഷിക്കരുത്. താൻ വായിക്കടോ. ആ എന്റെ ഈശ്വര, എന്താടോ ദേ രാമനുണ്ണി നിക്കണു. അതിന് അവന്റെ രാമായണം വായന കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യേ, ഇത്രയും പ്രായമായിട്ടും അവന്റെ രാമായണം വായന കേട്ടിട്ടില്ല എന്ന് പറയാൻ ഇല്ല ചങ്ങാതി. ഇപ്പൊ കൊണ്ടുവന്നേരാട്ടാ. ഞാൻ വെറുതെ നിൽക്കുക. കുറച്ച് നാളായി നിനക്ക് ഞാൻ വെച്ചിട്ട്. എന്താ കാര്യം? എന്താ കാര്യം? മുത്തശ്ശി പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലോ. ഇരിക്കണം അവിടെ. പറഞ്ഞു വായിച്ചോളൂ. എടാ രാമായണം വായിക്കാൻ നിന്നെ നന്നാക്കാൻ പറ്റുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വായിക്കേ. ആദ്യം മുതൽ വായിക്കണോ അതോ ഇടയ്ക്ക് വെച്ച് വായിച്ചാ മതിയോ? അവിടെ മുതൽ വായിച്ചാ മതി. ഉറക്ക വായിക്കണോ അതോ മനസ്സിൽ വായിച്ചാ മതിയോ? ഉറക്കെ വായിക്കടോ. താളത്തി വായിക്കാമല്ലേ? കിഷ്കിണ്ടിയാം പുരി പുക്കു വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ. എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ ബാലിയുടെ കാര്യം അങ്ങനെ ആലോചിച്ചിരുന്നു പോയതാ. ബാലിയുടെ കാര്യം ഒന്നും താൻ ആലോചിക്കണ്ട. വായിക്ക്. എന്തോ കോളേജിൽ പോയ നേരമായിരുന്നോ? അയ്യോ, ഞാൻ ഈ രാമായണം വായിച്ചിട്ട് വന്നാ പോരെ? പോരാന്ന്. പോയിട്ട് വരാം. സോറി ഡെവിൾ, ആ ഡ്രസ് എനിക്ക് തീരെ ചെറുതാ. ഒരു 12 വയസ്സുള്ളപ്പോ കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഞാനൊരു ഊഹം വെച്ച്. സാരമില്ല, ഡെവിൾ എനിക്ക് ആദ്യമായിട്ട് തന്ന സമ്മാനമല്ലേ, ഞാനത് തിരിച്ചു തരുന്നില്ല. ഇതെന്താ ഒരു പ്രാവിനെ മാത്രം വളർത്തുന്നത്? ഇവൾക്കൊരു കൂട്ടുകാരനെ സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് എപ്പോഴും കരുതും. പക്ഷേ ഇവൾ ആള് പോക്കരിയാ. ഇവൾക്കൂടി ഇഷ്ടപ്പെട്ട ഒരു ഇണയെ ഒത്തു കിട്ടണ്ടേ? ഇഷ്ടപ്പെട്ട ഇണയല്ലേ വേണ്ടത്? റെഡി. ഏ, ഇവക്കൊരുത്തനെ ഞാൻ കൊണ്ടുതരാം. ഇനി എവിടേക്ക് പോക്കാനാണ്? കറങ്ങണെന്തിന്? ഞാനല്ല കറങ്ങണത്, എന്റെ തലയാണ് കറങ്ങണത്. കിട്ടിയില്ല. ഞാൻ ഒടുക്കത്തൊരു പ്രാവനെ പിടുത്തം. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂല. ഇതെവിടുത്തെ പ്രേമോ? ബാലൻസ് തെറ്റിക്കരുത് അളിയനോട് ഞാൻ പറഞ്ഞാണ്. എന്റെ ബാലൻസ് തെറ്റിക്കരുത്. അയ്യോ അളിയാ ദോ പറഞ്ഞേ. ഇതാര്? ആവോ എനിക്ക് പറഞ്ഞൂടാ. ഇതെന്ത്? ആര്? എവിടെ? ഒന്നും കിട്ടിയോ? അങ്ങനെയല്ല പ്രാവിനെ പിടിക്കേണ്ടത്. അതിനൊരു പ്രത്യേക നേക്കുണ്ട്. അതായത് പ്രാവ് ഉറങ്ങുമ്പോ പിടിക്കാനാണ് കൂടുതൽ എളുപ്പം. ഇങ്ങനെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. ഇവിടെ നിൽക്ക്, ഞാൻ പോയി പിടിച്ചോണ്ട് വരാം. അയ്യോ
കിട്ടും ഇതെല്ലാം കിട്ടും. എടാ, അവിടെ നിൽക്ക്. ഡാ, ഡാ, എന്നോടാ പറഞ്ഞെ നിൽക്കാൻ. എന്താ കള്ളൻ ഇടിയാണ്. അയ്യോ പ്രാവ്. എടാ ഓടല്ലടാ. പറന്നു പോവല്ലേ, ഞാൻ ഇപ്പൊ വരാം. എടാ അവിടെ നിൽക്കാൻ. നിന്നാ പിന്നെ ഞാൻ എങ്ങനെ ഓടും? ആളുണ്ട് എടുക്കല്ലേ അവിടെ വയ്ക്കാൻ. ഇപ്പൊ കൊണ്ടുവരാൻ. ചേട്ടൻ അവിടെ നിന്ന് വിശ്രമിക്കേ. ഞാൻ കക്കാൻ വന്ന കള്ളനല്ലേ, ഞാൻ നിരപരാധിയാണ്. ഇതെന്നെ വെറുതെ വിട്ടേക്കണേ. പോകരുത്തരം കാണിക്കുന്നു. ഇറങ്ങി വേണം അയ്യോ ചേട്ടാ, ഞാൻ എടുക്കല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ വീണു പോകും. ആ ഇനി കുറച്ചു നേരം നീ അവിടെ നിന്ന് വിശ്രമിക്കേ. പോലെ ചേട്ടാ, ചേട്ടാ, അയ്യോ. അവിടെ ഇരിക്കില്ലേ, എനിക്ക് വരും. ഇതാ നിന്റെ കൂട്ടുകാരൻ. നല്ല ചേർച്ചയുണ്ടല്ലേ. ആ, അയ്യോ എന്താ കയ്യില്? ഇതിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോ അറിയാതെ ഇങ്ങനെ. അയ്യോ ബ്ലഡ് വരുന്നുണ്ടല്ലോ. സാരമില്ല, പച്ചമരുന്ന് ഇട്ടാ മതി. ഞാൻ ടിഞ്ചർ ഐഡിൻ കൊണ്ടുവരാം. നല്ല ചേർച്ച. നീറ്റലുണ്ടോ? ചെറുതായിട്ടൊരു നീറ്റല്. മതി മതി മതി. ഈ ചെറിയ വേദനയ്ക്ക് ഇങ്ങനെ നിലവിളിച്ചാലോ? ഇതിലും വലിയ വലിയ വേദനകൾ വരുമ്പോ നേരിടണ്ടേ? പ്രേമിക്കും അല്ലടാ. എന്നെ കൊന്നാലും ശരി, ഞാൻ പ്രേമിക്കും.